normal chapche, six. ഓ കാറ്റടിക്കുന്നു. ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? റിയലി അമേസിംഗ്. ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണി കാണുന്ന ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി പേരറിയാത്ത ഏതെങ്കിലും ഒരു ഡിഷ് ഓർഡർ ചെയ്ത് ഒരു സ്ലൊവേനിയൻ ഫുഡ് എക്സ്പ്ലോർ നടത്തുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ളൊരു വിനോദം. അപ്പം അതുപോലെ ഞാനൊന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്തതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പം ഇന്ന് നമ്മൾ എത്തിപ്പെട്ടത് ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഇത് ലുബ്ലാനയിലാണ് വരുന്നത്. ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പം ഹോം മെയ്ഡ് ബാർബിക്യൂ എന്നാണ് കേട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ മെനു കാർഡ് ഒന്ന് തപ്പിത്തിരിഞ്ഞപ്പോൾ ഇതൊരു ബാൽക്കൺ റെസ്റ്റോറൻ്റ് ആണെന്നും ഇവിടെ ബാൽക്കൺ ഫുഡാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നും മനസ്സിലായിട്ടോ. അങ്ങനെ ഞാൻ ഈ കാണുന്ന ഈ ഡിഷാണ് ഓർഡർ ചെയ്തത്. മനസ്സിലായ പോലെ ഇരിക്കാം. ആൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടും എനിക്കൊരു വാക്ക് പോലും മനസ്സിലായില്ല. കുഴപ്പമില്ല, ഫുഡ് വരുന്നവരെ അത്രയും ക്യൂരിയസ് ആയിട്ട് കാത്തിരിക്കാമല്ലോ. അങ്ങനെ ഫൈനലി നമ്മുടെ ഫുഡ് എത്തി. ആ പറഞ്ഞതൊരു സത്യമായിരുന്നു. ഞാൻ ക്രിസ്പി ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചൊരു ക്രിസ്പിനെസ് ഇതല്ല. എന്തൊക്കെയോ മറത്ത് വെച്ചിരിക്കുന്ന ഒരു രൂപം. അതിലൊന്നിച്ചിരി സ്പൈസി ആയിട്ടുള്ളൊരു സോസേജ് ആയിരുന്നു. എൻ്റെ അതർ വൺ എന്താണെന്ന് എനിക്ക് മനസ്സിലായതുള്ള ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിഷ് കഴിക്കുന്നതും കൂടി. സ്വാഭാവികമായിട്ടും ഞാൻ എന്നും ചെയ്യുന്ന കൂട്ടിനത് പാർസലാക്കി മേടിച്ചു. ബിക്കോസ് എനിക്കത് ഒട്ടും കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ ഈ കാണുന്ന പെപ്സിയുടെ കുഞ്ഞു ടിന്നില്ലേ, അതിന് പുറത്ത് വെറും 60 സെൻറ്റേ ഉള്ളൂ. ബട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കും 3 യൂറോ വരെ അതിന് റേറ്റ് വരുന്നുണ്ട്. സോ കഴിക്കാൻ പോകുമ്പം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡ്രിങ്ക്സ് മേടിക്കാതെ പുറത്തുനിന്ന് അത് മേടിച്ച് കൈ വെക്കുന്നതാണ് ബെറ്റർ ഐഡിയ. അപ്പം ഇത്തവണത്തെ ഫുഡ് എക്സ്പ്ലോറിങ് നൈസായിട്ടൊന്ന് പാളിയായിരുന്നു. എന്തായാലും ബില്ല് പേ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആ ഫുഡ് നമ്മുടെ ബാഗിൽ തന്നെ വെച്ച് കേട്ടോ. അങ്ങനെ ഞാൻ പേര് നോക്കി ഫുഡ് ഓർഡർ ചെയ്യുന്നത് വെറും ഒരു മണ്ടത്തരമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു ഗൈസ്. അപ്പം ശരി, ബൈ.